പണി വാങ്ങാതെ എങ്ങനെ വീട് പണിയാം. നമ്മുടെ വീടുകളിലേക്ക് ടൈൽസുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പാർട്ട് 3 വീഡിയോ മിസ്സാവാതിരിക്കാൻ ഇപ്പം തന്നെ സേവ് ചെയ്തോളൂ. 6 ടൈൽസുകളുടെ കളേഴ്സ് നമ്മൾ തന്നെ ചൂസ് ചെയ്യുക. വീടിന്റെ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനർ അതുപോലെ വീട്ടിൽ താമസിക്കുന്നവർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ടൈൽസിന്റെ കളേഴ്സ്. അത് നമ്മളൊരു പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേരെടുത്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഇഷ്ടങ്ങളാണ് കളറിന്റെ കാര്യത്തിൽ. ചിലർക്ക് ബെയ്ജ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് വൈറ്റ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെ പല കളേഴ്സ് പലർക്കും പല പേഴ്സ്പെക്റ്റീവ്സ് ആണ്. അതുകൊണ്ട് വീട്ടിൽ താമസിക്കുന്നവർ ഇഷ്ടമാണ്, അതുപോലെ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനേഴ്സ് അവർക്ക് നേരത്തെ അറിയാം, അവർ നേരത്തെ ഒരുപാട് ചെയ്തതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് ടൈൽ ചൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന്. അതുകൊണ്ട് ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലോ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പല അഭിപ്രായങ്ങൾ പറയും. അതുകൊണ്ട് എപ്പോഴും ടൈൽസിന്റെ കളേഴ്സ് നമ്മൾ തന്നെ ചൂസ് ചെയ്യുക. 7 ടൈൽസിന്റെ ക്വാളിറ്റി നമ്മൾ കൃത്യമായി പരിശോധിക്കുക. അതായത് വില കുറഞ്ഞാൽ ടൈൽസിന്റെ ക്വാളിറ്റി എന്തായാലും കുറയും. ഏതൊരു പ്രൊഡക്റ്റിനെയും പോലെ വില കുറഞ്ഞാൽ ടൈൽസിന്റെ ക്വാളിറ്റി കുറയും. നമ്മുടെ വീടുകളിൽ 90% വീടുകളിലും ഒറ്റ തവണ ടൈൽസുകൾ ഇടാറുള്ളൂ, പിന്നീട് അത് മാറുന്നില്ല. അതുകൊണ്ട് എന്നേക്കും ഇടേണ്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ടൈൽസുകൾ ചൂസ് ചെയ്യുക. വിലക്കുറവ് മാത്രം നോക്കി പോകരുത്, കാരണം ഏറ്റവും കൂടുതൽ ടൈൽസുകളിലാണ് ഇന്ന് കസ്റ്റമേഴ്സ് പറ്റിക്കപ്പെടുന്നത്. 8 ടൈൽസുകൾ എപ്പോഴും കുറച്ച് അധികം വാങ്ങി സൂക്ഷിക്കുക. അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടൈൽസുകൾ പൊട്ടുകയോ ചിലപ്പോൾ ഒരു എക്സ്റ്റൻഷൻ വരികയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ടൈലുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. സെയിം ടൈലുകൾ കിട്ടിയാൽ തന്നെ സെയിം ബാച്ച് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പുതിയ ടൈൽ ഇടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളർ വേരിയേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ടൈൽസ് വാങ്ങുമ്പോൾ കുറച്ച് അധികം വാങ്ങി വീട്ടിലേക്ക് സൂക്ഷിക്കുക. ഒട്ടുമിക്ക ആളുകളുടെയും വലിയൊരു സംശയമാണ് വീടിലേക്ക് ടൈൽസുകൾ മാറ്റ് മേടിക്കണോ, ഗ്ലോസ് മേടിക്കണോ, വെട്രിഫൈഡ് മേടിക്കണോ, സെറാമിക് മേടിക്കണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ഇത് ഒരുപാട് ടെക്നിക്കൽ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വരും വീഡിയോയിൽ പറയാം. ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. നിങ്ങളുടെ വീട് പണിയുന്ന ആ സുഹൃത്തിന് ഇതൊന്ന് അയച്ചും കൊടുത്തോളൂ, അവരും പണി വാങ്ങാതിരിക്കട്ടെ.